വെൽക്കം ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡയറ്റീഷ്യൻ ഐശ്വര്യ. വെയിറ്റ് ലോസ് എന്നൊക്കെ ആയിട്ട് എല്ലാവരും അടുത്തു. എന്നാൽ ഇന്നൊരു വെറൈറ്റിക്ക് നമുക്ക് വെയിറ്റ് ഗെയിൻ സ്റ്റോറി കേൾക്കാം. വേറെ ആരുടെയും സ്റ്റോറി അല്ല, എൻ്റെ സ്വന്തം വെയിറ്റ് ഗെയിൻ സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വീട്ടുകാർ ഉൾപ്പെടെ നമുക്ക് ഒരുപാട് അഡ്വൈസസ് തരും. കുറച്ച് പൗഡേഴ്സ് പാലിൽ കലക്കി കുടിക്കുക, ലേക്കിങ്ങൾ കുടിക്കുക, ചോറ് 4 നേരം കഴിക്കൂ, പിന്നെ കണിക്കാണെന്ന് അതും ഇതും എല്ലാം വാങ്ങിച്ച് കഴിക്കൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് കൂടുന്നുള്ളത്. ഞാനും ഇതെല്ലാം ചെയ്തു, ബട്ട് സ്റ്റിൽ എനിക്ക് വെയിറ്റ് കൂടിയില്ല. അപ്പം നമുക്ക് നോക്കാം പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് വെയിറ്റ് ഗെയിൻ ചെയ്തതെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ തന്നെ എനിക്ക് വൈറ്റമിൻ ഡിയും കുറവാ, വൈറ്റമിൻ B12 കുറവാ. അപ്പം ഞാൻ അതിന്റെ സപ്ലിമെന്റ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇനി വെയിറ്റ് ലോസിനാണെങ്കിലും വെയിറ്റ് ഗെയിൻ ആണെങ്കിലും ഈ 2 ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രസ് വളരെ സ്ലോ ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്താലും അത് ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്ന് നോക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു പണിയും ചെയ്യാത്ത ഞാൻ കുറച്ചുകൂടി ആക്റ്റീവ് ആകാൻ തുടങ്ങി. അതായത് അങ്ങനെ കണ്ടമാനം എക്സസൈസും ഒന്നും അല്ല, കുറച്ച് സ്കിപ്പിങ്ങോ അവിടെ ഇവിടെയൊക്കെ നടക്കാൻ പോകും. അങ്ങനെ ശരീരമൊക്കെ ഒന്ന് നമ്മളത് വാം അപ്പ് ചെയ്തൊക്കെ എടുക്കാൻ തുടങ്ങി ഗ്രാജുവലി. പിന്നെ വെള്ളം നമുക്ക് എന്തായാലും അറിയാം, നമുക്കൊരു പ്രോപ്പർ ഒരു 2 ലിറ്ററെങ്കിലും നമ്മൾ മിനിമം കുടിക്കണം. അപ്പം ഞാൻ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് പച്ചവെള്ളം തന്നെ കുടിക്കണമെന്നൊന്നുമില്ല. അത് മോരും വെള്ളമായിട്ടോ ഷേക്ക് ആയിട്ടോ ജ്യൂസ് ആയിട്ട് ഹെർബൽ ടീസ് ഇതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു വെയിറ്റ് ഇല്ലാത്ത പിള്ളേർ സ്ഥിരം പറയുന്ന കാര്യമാണ്, നമുക്ക് വിശക്കത്തില്ല. കാരണം ആ ഒരു ഫേസിൽ കൂടെ പോയതാണ് ഞാൻ. അപ്പം എനിക്ക് എന്തായാലും അറിയാം നമ്മളോട് അത് തിന്നെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിശപ്പില്ലാതെ എന്തോ തിന്നാനോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ചെയ്തതെന്നാന്ന് വെച്ചാൽ നമ്മൾ ആഹാരം സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു 8 മണിക്ക് ഫുഡ് കഴിച്ചിട്ട് ഞാൻ പിന്നെ ഒരു 11 മണിയാകുമ്പം എന്തെങ്കിലും ഒരു മുട്ടയോ ഫ്രൂട്ടോ എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ ഒരു ശീലം നമുക്ക് ഉണ്ടാകാൻ തുടങ്ങുവാണെങ്കിൽ ഈ ഒരു 11 മണിക്ക് ഇനി ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേണ്ട ഫ്രൂട്ടോ മുട്ടയോ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ കൈ കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ കഴിക്കാൻ തുടങ്ങും. കാരണം നമുക്ക് വിശക്കും. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഗ്രാജുവലി വിശപ്പ് കൂടാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ഫുഡ് ഇൻടേക്ക് നമുക്ക് കൂടും. പിന്നെ ഈ ഫുഡ് ഇൻടേക്ക് കൂടുമ്പം ഈ കാർബ്സും ഫാറ്റും കഴിക്കാതെ കൂടുതൽ പ്രോട്ടീൻ ഫോക്കസ് ചെയ്യാൻ നോക്കാം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് ഏതൊക്കെയാണ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആനിമൽ ബേസ്ഡ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന ചിക്കന, മുട്ട, അതേപോലെ ഫിഷ്, ഇത് 3 മെയിൻ ആയിട്ട് ആനിമൽ ബേസ്ഡ് പ്രോട്ടീൻസ് ആണ്. നോൺ വെജ് ഇഷ്ടമുള്ളവർക്ക് ഇത് കഴിക്കാം, വെജ് ഇഷ്ടമുള്ളവർക്ക് അത് കഴിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് ഡ്യൂറേഷൻ. നമ്മൾ 1-2 ദിവസം കൊണ്ട് കൂടുന്നതല്ല. ഞാനൊരു 48 kg അണ്ടർ വെയിറ്റിനും 56 ആയത് ഓൾമോസ്റ്റ് ഒരു 10 months എടുത്തിട്ടാണ്. അപ്പം നമ്മൾ എത്രയും കഴിച്ചിട്ട് നിനക്ക് ആളുകൾ ബോഡി ഷെയിം ചെയ്യും, ഇത്രയും കഴിച്ചിട്ട് നിനക്കൊന്നും വെയിറ്റ് കൂടുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ നമ്മളുടെ ഗോൾ ഫോക്കസ് ചെയ്ത് പോവുക, നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. ഇതൊക്കെയാണ് ഞാൻ ഒരു മസിൽ ബിൽഡിംഗ് ഒന്നും അല്ല പറഞ്ഞത്, നോർമൽ സിമ്പിൾ വെയിറ്റ് ഗെയിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി വേണമെന്നുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. താങ്ക് യു.